നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നത്തോലി മുളകിട്ടത് തയ്യാറാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ, 2 പച്ചമുളക് നെടുകെ കീറിയത്, 5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി ഇതുപോലെ വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കാം. 30 സെക്കൻഡ് ചെറിയ തീയിൽ വെച്ച് പൊടികളൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന 2 കഷ്ണം കുടംപുളി ചേർക്കാം. രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് സമയം വേവിക്കാം. 300 ഗ്രാം കൊഴുവ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി മീൻ ഇതിലേക്ക് ചേർക്കാം. കൊഴുവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ മീൻ വെന്ത് വരും. മീൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂണിട്ട് ഇളക്കരുത്. ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി. 1-ാം പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കൊഴുവ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.